എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ദം പൊറോട്ടയാണ്. ഇത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും ദം പൊറോട്ട എന്നല്ല പറയേണ്ടത്, ദം പൊറോട്ട ബിരിയാണി എന്നാണ് പറയേണ്ടത്. അത്ര ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്കിതെന്ന് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ നോൺ വെജ് വേർഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. നമ്മുടെ സുറിയാനി ബീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബീഫ് ഫ്രൈ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതാ ലിങ്ക് മുകളിൽ വരുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ചെയ്ത് നോക്കുക. ഇത് വളരെ 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 ടേസ്റ്റിയാണ്. ചിക്കൻ കറി നമ്മളൊരു നാടൻ ചിക്കൻ കറി ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് പൊറോട്ട. പൊറോട്ട നല്ല ഫ്രഷ് ആയിരിക്കണം, ക്രിസ്പി ആയിരിക്കണം, ഇതുപോലെ സൗണ്ടും കേൾക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടോ? അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്നും കൂടി നോക്കാം. ചിക്കൻ കറി, നിങ്ങൾക്ക് നാടൻ ചിക്കൻ കറി മതിയെങ്കിൽ നമ്മുടെ റെസിപ്പി താഴെ കിടപ്പുണ്ട്. അതല്ല കോക്കനട്ട് മിൽക്ക് കറി കൂടിയിട്ടുള്ള കുറച്ചുകൂടി ടേസ്റ്റിയുള്ള ചിക്കൻ കറി വേണമെങ്കിൽ അതിൻ്റെ റെസിപ്പിയുണ്ട്. ആ ബീഫ് ഫ്രൈയിൽ ഞാൻ കുറച്ചുകൂടി ഫ്രൈഡ് അനിയൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്നട്ട് ഫ്രൈ ചെയ്തത്. നെക്സ്റ്റ് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്. ഇതെല്ലാം വേണം കേട്ടോ, ഒന്നും ഒഴിവാക്കരുത്, നല്ല ഫ്ലേവർ കിട്ടുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ മിൻറ്റ് ലീവ്സ്, പുതിനയില ചോപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഓൾമോസ്റ്റ് ഉള്ളത്. പിന്നെ ദേ ഫ്രൈഡ് ഒണിയൻ കുറച്ച് അധികം വേണം. പിന്നെ 2 തണ്ട് വേപ്പില, ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തേക്കുന്നതാണ്. ഇത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ ദം പൊറോട്ട ബിരിയാണിക്ക്. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ, മൺചട്ടിയാണ് എപ്പോഴും നല്ലത്, ചട്ടിയിൽ അടിയിൽ ആദ്യം നമ്മൾ ചിക്കൻ കറി ചേർത്തു. ഈ ചിക്കൻ കറി നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അളവ് നിങ്ങൾ ചേർക്കേണ്ടത്, ഒരു പൊറോട്ട കഴിക്കാൻ നിങ്ങൾക്ക് എത്ര ചിക്കൻ കറി വേണമെന്ന് വെച്ചാൽ അത്രയും കറി ചേർക്കണം. ഒരു പിശുക്കും കാണിക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഗ്രേവി ചേർക്കണം. ഇപ്പോൾ കണ്ട ഗ്രേവി തിക്കാണ്. നമ്മളിനി ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കറി വേണം ഇതിനകത്ത്. അതിനുശേഷം നമ്മൾ ആ ചെയ്തു വെച്ചേക്കുന്ന പൊറോട്ട, 4 പൊറോട്ടയിൽ ഫസ്റ്റ് പൊറോട്ട നമ്മൾ ഇതിനകത്തേക്ക് വയ്ക്കും. എന്നിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കും. ഇനി നമ്മുടെ ഫസ്റ്റ് ലെയർ സ്റ്റഫിംഗ് ആണ്. ഞാനൊരു പീസ് ചിക്കൻ ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ നിറച്ച് ഗ്രേവി എടുത്തിട്ട് അതൊന്ന് വിതറിയിടുന്നുണ്ട്. നമുക്ക് അധികം ഗ്രേവി വേണ്ട, കാരണം ഈ പൊറോട്ടയുടെ അടിവശത്ത് നല്ലോണം ഗ്രേവി ഉള്ളതുകൊണ്ട് പൊറോട്ടയുടെ മുകളിൽ അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഫ്രൈഡ് അനിയൻ ഇട്ടു. ഇത് നന്നായിട്ട് ചേർക്കണം, പിശുക്ക് കാണിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മളൊരു ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കൊറിയാണ്ടർ ലീവ്സ് ഒരു 3-1 ഇട്ടു. അതുപോലെ പുതിനയില ചോപ്പ് ചെയ്തതും 3-1 ഇട്ടു. ഇത് രണ്ടും ഇടണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടാതിരിക്കരുത്, കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഇടാതിരിക്കരുത്. ഇതിട്ടാലാണ് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കറി ലീവ്സിൽ നിന്ന്, കറിവേപ്പിലയിൽ നിന്ന് ഒരു 3-4 പീസ് അതിനകത്ത് എടുത്തിടാം. 2 തണ്ടില്ല, ഞാൻ 1 തണ്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, അത് അതിനകത്തിടാം. നെക്സ്റ്റ് നമ്മുടെ ബീഫ് ഫ്രൈ. ഈ ബീഫ് ഫ്രൈ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് നമ്മുടെ റെസിപ്പി സുറിയാനി ബീഫ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് നല്ല കോക്കനട്ട് ബീഫ് ഫ്രൈഡ് റെസിപ്പി വേറെ അറിയാം, നന്നായിട്ട് അറിയാമെങ്കിൽ ഇത് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ, അത് ചേർക്കണം. അതല്ല, നിങ്ങൾക്ക് ഇനി ബീഫിനോട് താല്പര്യം ഇല്ല, ചിക്കൻ തന്നെ മതിയെങ്കിൽ നമ്മുടെ ഒരു തേങ്ങ ചുട്ട ചിക്കൻ എന്ന് പറഞ്ഞൊരു റെസിപ്പി ഉണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കിക്കോ, അത് ഇതിന് വളരെ ആപ്റ്റാണ്. ഇനി നമുക്ക് അടുത്തൊരു പൊറോട്ടയും കൂടി വെച്ചിട്ട് അതങ്ങോട്ട് കവർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡിയായി. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടി വെച്ചു. കണ്ടോ? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2ാമത്തെ 3ാമത്തെ പൊറോട്ടയുടെ ഇടയ്ക്ക് നമ്മൾ ഗ്രേവി ഒന്നും ഇടുന്നില്ല, കാരണം ഒരു ലെയർ കഴിഞ്ഞു, 2ാമത്തെ ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും നമ്മൾ ആദ്യം ഇട്ട പോലെ നന്നായിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. ഇവിടെ വീണ്ടും പിശുക്ക് കാണിക്കരുത്, ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഒരു പൊറോട്ട കഴിക്കാൻ നിങ്ങൾക്ക് എത്രയ്ക്ക് ചിക്കൻ്റെ കറി ഗ്രേവി വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടക്കറി ആണെങ്കിൽ അതിൻ്റെ ഗ്രേവി വേണോ, അത്രയും ഗ്രേവി തന്നെ ഇതിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഫ്രൈഡ് ഒനിയൻ ഇടാം. നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഫ്രൈഡ് ഒനിയൻ. നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് അതൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ വരും. ആ ബാക്കി ഉണ്ടായിരുന്ന പുതിനയിലയും കൊറിയാണ്ടർ ലീവ്സും നമ്മൾ 3-1 നേരത്തെ ഇട്ടുള്ളൂ, അതിൻ്റെ 2ാമത്തെ ഭാഗം കൂടി നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ വീണ്ടും 3-1 ഭാഗം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. 3ആക്കി തിരിച്ചതിൻ്റെ 2ാമത്തെയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്, അത് ഇരിപ്പുണ്ട്, നമ്മളിടുന്നു. കറി ലീഫ് നമ്മൾ ആ 2ാമത്തെ തണ്ടിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഇട്ടു. 1 തണ്ട് നമ്മൾ തൊടാതെ അവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ബീഫ് ഫ്രൈ.
ബീഫ് ഫ്രൈ ഞാൻ ഇപ്പോഴും കണ്ടോ മൂന്നിലൊന്നാക്കി തിരിച്ചതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ബാക്കി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് തീർന്നു. ഇനി നമുക്ക് അടുത്ത പൊറോട്ട വെച്ച് ഇത് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ അടുത്ത സാധനങ്ങൾ ചേർക്കുന്നത്. അടുത്തത് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ലോണം ലൂസായിരിക്കണം. കാരണം നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ പൊറോട്ടയുടെ ഗ്രേവി കണ്ടിട്ടില്ലേ, വളരെ ലൂസായിട്ട് കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രേവിയിൽ, നമ്മുടെ ഇരിക്കുന്ന ഗ്രേവിയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഒരല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്താൽ മതി. ഇതുപോലെ ലൂസായിരിക്കണം. എന്നാൽ മാത്രമാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഫിൽറ്റർ ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ദം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വളരെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പിശുക്കും കാണിക്കേണ്ട. അതിൻ്റെ താഴേക്കിടൊക്കെ ഇറങ്ങി സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി പോയിക്കോട്ടെ. ഇതാ അവർ അല്പം മസാല ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഗ്രേവി അതിൻ്റെ മുകളിൽ ആക്ച്വലി തളം കെട്ടി കിടക്കുന്നുണ്ട്. അത്രയും ഗ്രേവി വേണം. ഇനി ആ ബീഫ് ഫ്രൈ ബാക്കിയുള്ളത് നമ്മൾ മൊത്തം അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. നല്ല ഡ്രൈ ഫ്രൈ ആണ് ബീഫ്, അതിനകത്ത് ഒട്ടും ഗ്രേവി പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ ചോപ്പ് ചെയ്ത് ചേരുന്ന മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, ഫ്രൈഡ് ഓനിയൻ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇടും. കാഷ്യൂനട്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടും. ഇപ്പോൾ കാണാൻ തന്നെ നമ്മുടെ ഒരു ബിരിയാണിയുടെ ടോപ്പ് സൈഡ്, ദം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ബിരിയാണിയുടെ ടോപ്പ് സൈഡ് എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പൊറോട്ടയുടെ നമ്മൾ അടുത്തു നിന്ന് ചെയ്യുമ്പോൾ പൊറോട്ടയുടെയും ചിക്കൻ കറിയുടെ ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കറി ലീഫ് അതിന് മുകളിലിടാം. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ ഫ്ലേവർ. നമ്മളൊരു 10 to 15 minutes ഇതൊന്ന് ദം ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ കവർ ചെയ്തതിന് ശേഷം. ഞാനിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. വാഴയിലൊക്കെ കെട്ടാറുണ്ട്, പക്ഷേ എഫക്റ്റ് കിട്ടുന്നത്, കറക്റ്റായിട്ടുള്ള അതിൻ്റെ എഫക്റ്റ് കിട്ടുന്ന അലുമിനിയം ഫോയിൽ ചെയ്യുമ്പോഴാണ്. കാരണം അതിൻ്റെ ഒട്ടും ദം, അതിൻ്റെ ആവി പുറത്ത് പോവില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയില നന്നായിട്ട് കിട്ടും, ഈസി ആയിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾക്കത് വാട്ടിയെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പോയി നോക്കുക, ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും മിസ്സാവരുത്. ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഓ, നല്ല ചൂടുണ്ട്. ചെറുതായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്. നമ്മുടെ തലശ്ശേരി ബിരിയാണിയൊക്കെ പൊട്ടിക്കുമ്പോൾ കിട്ടില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി മുകളിൽ നിൽക്കാമെന്ന് പറയും. ഞാനൊരു പൊറോട്ട ലവറാണ്, അതുകൊണ്ട് പറയുന്നതാണോന്നറിയില്ല. പക്ഷെ അതിനേലും നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടോ, ആവി നോക്കി, വളരെ ഫ്ലേവർഫുള്ളാണ്. ആ ചിക്കൻ കറിയുടെയും ബീഫിൻ്റെ ആ മസാലകളുടെയും പിന്നെ ആ പൊറോട്ട ഒന്ന് ദമ്മായതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി മണം. എന്താ ഒരു എഫക്റ്റ്. നമുക്കിതൊന്ന് സൈഡ് നോക്കാം. കണ്ടോ, പൊറോട്ട കുതിർന്ന് ഉടഞ്ഞു പോയിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റാണ്. ലെയർ നമുക്ക് ശരിക്കും വിസിബിളാണ്. കണ്ടോ, അതിൻ്റെ അടിയിലൊട്ടും പിടിച്ചിട്ടില്ല. അടിയിൽ നല്ലോണം സ്റ്റീം വരുന്നുണ്ട്, അടിയിലൊട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉടനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ റെസിപ്പീസും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വണ്ടർഫുൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Happy cooking!